حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. اللهم افتح علينا فتوح العارفين بحكمتك وانشر علينا رحمتك وذكرنا ما نسينا يا ذا الجلال والإكرام. اللهم وفقنا للتعلم والتعليم والتدريس بحق سيدنا محمد صلى الله عليه وسلم وبحق أبي وأمي وأستاذي. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ എൻ്റെ മുത്തഅല്ലിമീങ്ങളെ, ലോകത്തിന്റെ നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്തിന്റെ അവകാശികളായ പണ്ഡിത നേതാക്കന്മാരെ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഅബയും മദീനയും കാണുവാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യശാലികളായ ഹജ്ജാജികളെ, ഈ മഹത്തായിരിക്കുന്ന മജ്ലിസിൽ കാലെടുത്ത് കുത്താൻ അല്ലാഹു തൗഫീഖ് നൽകിയ ഭാഗ്യശാലികളായ മുഅ്മിനീങ്ങളെ, ഇവിടുത്തെ ഖബറുകളിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന ഖബറാളികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരികളെ, നിങ്ങൾക്കും നമ്മൾക്കും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചൊരിയുമാറാവട്ടെ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ടൈം വരെ വഫാത്തായ എല്ലാ മുഅ്മിനീങ്ങളെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ജല്ല ജലാലായിരിക്കുന്ന റബ്ബേ, ഈ മഹത്തായിരിക്കുന്ന ഹദ്റത്തിനെ സഹായിച്ചവർ, സഹായിപ്പിച്ചവർ, തന്നവർ, തരിപ്പിച്ചവർ, തരുന്നവർ ആര് എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് മുഴുവനും അല്ലാഹു നീ ദുനിയാവിലും ആഖിറത്തിലും റാഹത്ത് നൽകണമേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കന്മാരുടെ ഒരു യോജിപ്പിനെ കൊടുക്കണമേ റഹ്മാനെ. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയും ഞങ്ങളെ സഹായിക്കുന്നവരെ അല്ലാഹുവിനെ വിജയിപ്പിക്കണമേ റഹ്മാനെ. ആമീൻ പറയടാ. പഠിച്ചു വെച്ചോ. നൗഫൽ മാലിക് നീണ്ടൊരു പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, ചെമ്മലശ്ശേരി ഭാഗം തങ്ങന്മാരെ ബഹുമാനിക്കുന്ന നാടാണ്. നടക്കല്ല മോനെ സയ്യിദിന്റെ മുന്നിലായി, നടന്നില്ല ആരും തന്നെ എന്നും ബക്കിലായി. അവരുള്ള രാജ്യം എപ്പോഴും അലങ്കാരമാ, അവർക്കുള്ള സേവനം ചെയ്യലും പരിഹാരമാ. നിനക്കുള്ള വീട്ടിൽ വന്ന് കയറല് നല്ലതാ, നിനക്കാത്ത ഫലമുണ്ടെന്ന് ഓർക്കൽ വേണ്ടതാ. എൻ്റെ മകനോട് പറഞ്ഞു, ചെമ്മലശ്ശേരി ഭാഗം തങ്ങന്മാരെ ബഹുമാനിക്കുന്ന നാടാണ്. മോൻ അവിടെ ചെന്നിട്ട് ദാറുഷിഫ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചോ, അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഞാൻ എപ്പോഴും അന്വേഷിക്കും, മോനെ നിനക്ക് നാട്ടുകാർ ചോറ് തരുന്നുണ്ടോ, നാട്ടുകാർ നിനക്ക് ഭക്ഷണം തരുന്നുണ്ടോ? സൂറത്താത്ത എന്ന് പറയുന്ന ആ മൂർഖനാട്ടുള്ള ഏതൊരു താത്ത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറും ചാറും കൊണ്ടുവരുന്നൊക്കെ കേട്ടു. അൽഹംദുലില്ലാഹ് അല്ലാഹു അവർക്കൊക്കെ ദീർഘമായ ബർക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ.